ഹായ് ഹലോ നമസ്കാരം. അമ്പിളി ഹാൻഡ് എംബ്രോയിഡറി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ 15ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റിച്ചിൻ്റെ പേരാണ് വീവിങ്. വീവിങ് സ്റ്റിച്ച് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ അകത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണ് നമ്മൾ പിക്ചർ വരച്ചതിന് ശേഷം എത്ര അടി ഇത് ഞാൻ ഇത്തിരി അകലെയായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വീവിങ് ചെയ്തിരിക്കുന്നത് കേട്ടോ, അകലെയാണ്. ഇത് ഇത്തിരി കൂടെ അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്യണമെങ്കിൽ ഇത് ഈ നൂല് ചെയ്യണതും അടുപ്പിച്ചായിട്ട് ഇരിക്കണം കേട്ടോ. അല്ല അകലെ വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് പറഞ്ഞ പോലെ ചുരിദാറിൽ നെക്കിലോ അല്ലെങ്കിൽ ടീഷർട്ടിലോ കുട്ടികളുടെ ഉടുപ്പിലോ കുഞ്ഞുടുപ്പുകളിലോ ചെയ്തു കൊടുക്കാൻ പറ്റാവുന്നൊരു നല്ലൊരു സ്റ്റിച്ചാണ്. അതിങ്ങനെ ഒറ്റയ്ക്ക് കാണുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ, ഒറ്റ സ്റ്റിച്ചായിട്ട് ചെയ്തു കൊടുക്കുമ്പോഴേ. ഈ വരയിൽ തന്നെ ചെയ്തു കൊടുത്തോളൂ കേട്ടോ. കാരണം ഞാനിങ്ങനെ കാണിച്ചു തരുന്ന കാരണം ഒന്ന് കൈ നീക്കി പിടിച്ച അടുത്ത സ്റ്റെപ്പ് വേറൊരു കളറ് നൂലെടുത്ത് നമ്മൾ കോർക്കുക, ബാക്കിൽ കെട്ടിടുക. എന്നിട്ട് താഴെ നിന്നോ മുകളിൽ നിന്നോ ഇതിൻ്റെ അറ്റത്ത് നിന്നോ കുത്തി എടുക്കുക. അതിനുശേഷം ഈ സൂചിയുടെ ബാക്ക് ഉണ്ടല്ലോ, നൂല് കോർത്ത ബാക്ക് വഴി ഒരു നൂല് പൊക്കിയ ശേഷം ഒരു താഴ്ത്തി, ഒരു നൂല് പൊക്കി, ഒരു നൂല് താഴ്ത്തി, ഒരു നൂല് പൊക്കി, ഒരു നൂല് താഴ്ത്തി, കണ്ടോ? ഇതുപോലെ അങ്ങോട്ട് കോർത്തെടുക്കുക. ഇനി സ്റ്റിച്ചൊന്നും താഴേക്ക് ഓരോ സ്റ്റിച്ച് താഴേക്ക് വരണത് ഇനി ഇങ്ങനെ ഇത് കണ്ടോ, താഴേക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം താഴേക്ക് ഇറക്കി കൊടുക്കുക. കണ്ട, ഇത് അടുപ്പിച്ച് വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം ഇവിടെ നിന്ന് തന്നെ കുത്തിയെടുക്കുക. ഇതേപോലെ തന്നെ കണ്ടോ. ഇതൊക്കെ നേരത്തെ നമ്മൾ നൂലൊക്കെ മുകളിൽ കൂടെ എടുത്തില്ലേ, അപ്പോൾ ഒരു കുറച്ച് നൂലുകൾ താഴെയല്ലേ കിടന്നിരുന്നത്. ആ നൂലിൻ്റെ അടിയിൽ കൂടിയാണ് ഇനി എടുക്കേണ്ടത് കേട്ടോ. ഒരു നൂല് താഴെയും ഒരു നൂല് മുകളിലായിട്ട് വരണം, ആ രീതിയിൽ. കുത്തിയിറക്കുക. കണ്ട, ഇനി ഇതേപോലെ അവിടെ തന്നെ എടുക്കുക. ഇനി താഴെ കിടക്കണമെന്ന നൂലുകളിനെ മുകളിലേക്ക് ആക്കുക. കണ്ട, ബാക്ക് കൊണ്ട് തന്നെ ആക്കിക്കോളൂ കേട്ടോ. കാണുന്നില്ലേ? കണ്ടോ, ഇതുപോലെ ഫുള്ള് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഫുള്ള് ചെയ്തിട്ട് ശേഷം നമുക്ക് പിക്ചർ കാണാം. ഇനി അടുത്ത ക്ലാസ്സിൽ കാണുമ്പോഴേക്കും ബൈ.